വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ വണക്കമാസം 4-ാം ദിവസം. ദാവീദിൻ്റെ വിശിഷ്ട സന്താനം. ദൈവം മനുഷ്യനായി അവതീർണനാകുവാൻ തിരുമനസ്സായി. എന്നാൽ മാനവരാശിയിൽ നിന്ന് ദൈവം ഇസ്രായേൽ ജനതയെ അവിടുത്തെ ആഗമനത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത് ഒരുക്കിക്കൊണ്ടുവന്നു. അവിടുന്ന് അബ്രാഹത്തെ തിരഞ്ഞെടുത്ത് അദ്ദേഹവുമായി ഒരു ഉടമ്പടി ചെയ്തു. അദ്ദേഹത്തിൻ്റെ സന്തതിയിൽ ലോകത്തിലെ സകല ജനപദങ്ങളും അനുഗ്രഹീതരായിരിക്കുമെന്ന് അരുളി ചെയ്തു. അബ്രാഹത്തിൻ്റെ സന്താന പരമ്പരയിൽ നിന്നും ദൈവം യാക്കോബിനെ സവിശേഷമായി തിരഞ്ഞെടുക്കുന്നു. അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ഇസ്രായേൽ എന്ന് അഭിസംബോധന ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പുത്രന്മാരാണ് ഇസ്രായേൽ ജനത. അവരെ ദൈവം സ്വന്തം ജനമായി തിരഞ്ഞെടുത്തു. ഇസ്രായേലിലെ മറ്റു വംശങ്ങളിൽ നിന്നും അവിടുത്തെ വേർതിരിച്ച് അനുഗ്രഹിച്ച് ഉടമ്പടി ചെയ്ത് ദൈവജനമാക്കി. യാക്കോബിൻ്റെ പുത്രന്മാരിൽ തന്നെ യൂദായെ ലോകപരിത്രാതാവിൻ്റെ വംശമാക്കി ഉയർത്തി. അവരിൽ പ്രധാനി ദാവീദ് രാജാവായിരുന്നല്ലോ. ദാവീദിൻ്റെ ഗോത്രജനായിരുന്നു നമ്മുടെ പിതാവായ മാർ യൗസേപ്പ്. ദൈവത്തിൻ്റെ സവിശേഷമായ സ്നേഹം വിശുദ്ധ യൗസേപ്പിൽ പ്രകടമാകുന്നുണ്ട്. ലോകപരിത്രാതാവിൻ്റെ വളർത്തുപിതാവെന്ന സ്ഥാനം സമലങ്കരിക്കുന്നതിന് അനുയോജ്യനായി മനുഷ്യവംശത്തിൽ ദൈവം കണ്ടെത്തിയത് വിശുദ്ധ യൗസേപ്പിനെയാണ്. രാജവംശജനെങ്കിലും വിശുദ്ധ യൗസേപ്പ് വളരെ ദരിദ്രമായ ജീവിതമാണ് നയിച്ചിരുന്നത്. അദ്ദേഹം ലൗകിക സമ്പത്തിനേക്കാൾ ആധ്യാത്മിക സമ്പത്തിനെ വിലമതിച്ചിരുന്നു. ദൈവപരിപാലനയിൽ അവിടുന്ന് ലോകപരിത്രാതാവിൻ്റെ ആഗമനത്തിന് വേണ്ടി മാനവകുലത്തിൻ്റെ പാപത്തിനു ശേഷം കളമൊരുക്കിയത് ദൈവമാതാവായ പരിശുദ്ധ കന്യകയെയും അവിടുത്തെ വിരക്ത ഭർത്താവും ദൈവകുമാരൻ്റെ വളർത്തുപിതാവുമായ മാർ യൗസേപ്പിനെയും തിരഞ്ഞെടുത്ത് സവിശേഷമായ ദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചുകൊണ്ടാണ്. ദൈവമാതാവായ മറിയത്തിൻ്റെ വിരക്ത ഭർത്താവ് എന്നുള്ള സ്ഥാനത്തിനും ദാവീദ് രാജവംശജരിൽ ദൈവം തിരഞ്ഞെടുത്തത് മാർ യൗസേപ്പ് പിതാവിനെയാണ്. അതും അത്ഭുതാവഹമായ ഒരു സ്ഥാനമാണെന്നുള്ളത് നിസ്തർക്കമാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും പ്രത്യേക ദൗത്യ നിർവഹണത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നതനുസരിച്ച് ജീവിക്കുമ്പോൾ മാത്രമേ നാം വ്യക്തിസാഫല്യം പ്രാപിക്കുകയും നമ്മുടെ ജീവിതം ധന്യമാവുകയും ചെയ്യുകയുള്ളൂ. ശരിയായ ദൗത്യബോധം ഉണ്ടെങ്കിൽ വൻ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പോൾ ജീവിതം കൂടുതൽ ഹൃദ്യവും മനോഹരവുമാകുന്നതാണ്. സംഭവം കേരളത്തിൽ മലയോര പ്രദേശത്തുള്ള ഒരു ഗ്രാമത്തിൽ നടന്ന സംഭവമാണ്. ശക്തിയായി പുതുമഴ പെയ്യുന്നു. സന്ധ്യാസമയം ഒരു വീട്ടിലെ 8 വയസ്സുള്ള കുട്ടി മാമ്പഴം പെറുക്കുവാൻ പോയി. ഭയങ്കരമായ കാറ്റും മഴയും, ഇരുണ്ടുമൂടിയ ആകാശം, വൻമരങ്ങൾ കാറ്റിൽ കടപുഴകി മറിഞ്ഞു വീഴുന്നു. ആകാശവും ഭൂമിയും നടുക്കുമാറ് കനത്ത ഇടിയും മിന്നലും. ഇടിവാൾ വെട്ടി തലച്ചു നിൽക്കുന്ന പത്രമാവിൽ നീല നിറമുള്ള തീ ആളി പടരുന്നത് കണ്ട കുട്ടിയുടെ മാതാപിതാക്കൾ വാവിട്ട് കരഞ്ഞു. ആ വീട്ടിൽ പ്രതിഷ്ഠിച്ചിരുന്നതായ അഗതികളുടെ സഹായമായ മാർ യൗസേപ്പ് പിതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ അവർ നിലവിളിച്ചപേക്ഷിച്ചു. കാറ്റും മഴയും മേഘഗർജനവും പൂർവാധികം ശക്തിപ്പെടുകയാണ്. അവർ നോക്കി നിൽക്കെ അതിഭയങ്കരമായ മറ്റൊരിടിവാൾ കൂടി ഭൂമിയിൽ മിന്നിപ്പതിഞ്ഞു. കുട്ടി നിന്ന സ്ഥലത്താണ് ഇടിവെട്ടുണ്ടായതെന്ന് കണ്ട് എല്ലാവരും നടുങ്ങി. അവരുടെ ഹൃദയത്തിൽ തീ ആളിപ്പടർന്നു. അല്പസമയത്തിനുള്ളിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആരുമബാലൻ വീട്ടിൽ കയറി. അവൻ്റെ കഴുത്തിലെ സ്വർണമാലയുടെ തിളക്കം കൊണ്ടാണ് ഇടിമിന്നൽ ഭൂമിയിൽ വന്നത്. സ്വർണമാല ഉരുകിപ്പോയിരുന്നു. പക്ഷേ ബാലന് യാതൊരു അപകടവും ഭവിച്ചില്ല. തങ്ങളുടെ ഓമന മകനെ സംരക്ഷിച്ചത് മാർ യൗസേപ്പിൻ്റെ മാധ്യസ്ഥ ശക്തിയൊന്നു മാത്രമാണെന്ന് ആ കുടുംബത്തിലെ എല്ലാവർക്കും ബോധ്യമായി. ജപം. ദാവീദ് രാജവംശജനായ മാർ യൗസേപ്പേ, അങ്ങ് ഇസ്രായേലിൻ്റെ പ്രശസ്ത സൂനമാണ്, അഭിമാനപാത്രവുമത്രേ. ലോകപരിത്രാതാവിൻ്റെ ആഗമനത്തിനായി ദൈവം അങ്ങയെ പ്രത്യേക വിധമായി തിരഞ്ഞെടുത്തു. അനേകം അനുഗ്രഹങ്ങളാൽ സമലങ്കരിച്ചിരിക്കുന്നു. മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന പിതാവേ, അങ്ങേ വത്സല മക്കളായ ഞങ്ങളെ
കരുണാപൂർവം കടാക്ഷിക്കണമേ. ഞങ്ങൾ ഉത്തമമായ ക്രിസ്തീയ ജീവിതം നയിച്ച് കുടുംബത്തിൻ്റെ മണിദീപങ്ങളും സമുദായത്തിൻ്റെ അഭിമാന സ്തംഭങ്ങളും തിരുസഭയുടെ ഉത്തമപുത്രരുമായി ജീവിക്കുവാൻ വേണ്ട അനുഗ്രഹങ്ങൾ വർഷിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തിരുമേനിയോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ വിശുദ്ധ സന്താനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഗോത്രപിതാക്കളുടെ പ്രകാശമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവജനനിയുടെ ഭർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവകുമാരന്റെ വളർത്തു പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ നാഥനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും നീതിമാനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിരക്തനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിവേകിയായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാധീരനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്തം അനുസരണയുള്ള വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിശ്വസ്തനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്ഷമയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാരിദ്ര്യത്തിന്റെ സ്നേഹിത, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തൊഴിലാളികളുടെ മാതൃകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകളുടെ സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ ആധാരമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർഭാഗ്യരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആശ്രയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മരണാവസ്ഥയിൽ ഇരിക്കുന്നവരുടെ മധ്യസ്ഥ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിശാചുക്കളുടെ പരിഭ്രമമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ പാലക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഭർത്താവായി മാറിയ യൗസേപ്പിനെ തിരഞ്ഞെടുക്കുവാൻ തിരുമനസ്സായ ദൈവമേ, ഭൂമിയിൽ സംരക്ഷകനായി ഞങ്ങൾ വണങ്ങുന്ന ഈ വിശുദ്ധൻ സ്വർഗത്തിലും ഞങ്ങളുടെ മധ്യസ്ഥനായിരിക്കുവാൻ കൃപയുണ്ടാകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ മാറിയ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യൗസേപ്പ് പിതാവിനെ തിരഞ്ഞെടുത്ത ദൈവമേ, ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും ഒഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിന്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ആമേൻ. സുഹൃത ജപം. ദാവീദിന്റെ പുത്രനായ മാറിയ യൗസേപ്പേ, തിരുസഭയുടെ ഉത്തമ പുത്രരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദാവീദിന്റെ പുത്രനായ മാറിയ യൗസേപ്പേ, തിരുസഭയുടെ ഉത്തമ പുത്രരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദാവീദിന്റെ പുത്രനായ മാറിയ യൗസേപ്പേ, തിരുസഭയുടെ ഉത്തമ പുത്രരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.